ദൈവത്തിന്റെ പരിശുദ്ധമായ നാമത്തിനായിട്ട് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. May the name of our God be praised this morning. രാവിലെ കാലം നമുക്ക് വിശുദ്ധ ആരാധനയായി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം സഹായിച്ചതിനാൽ ദൈവത്തിന് നന്ദി പറയുന്നു. I praise God for the opportunity the Lord gave us all to come together and worship him on this blessed morning. ഇന്ന് പ്രഭാതവേളയിലെ ദൈവവചന ധ്യാനത്തിനായിട്ട് മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 41 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ ദൈവസന്നിധിയിൽ വായിക്കുകയാണ്. For today's meditation, let us turn to Mark chapter 12 verses 41 onwards till 44. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായ ഒരു വിധവ വന്ന് 1 പൈസയ്ക്ക് ശരിയായ 2 കാശ് ഇട്ടു. അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിൽ ഇട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. Jesus sat down opposite the place where the offerings were put and watched the crowd putting their money into the temple treasury. Many rich people threw in large amounts, but a poor widow came in and put in 2 very small copper coins worth only a fraction of a penny. Calling his disciples to him, Jesus said, I tell you the truth, this poor widow has put more into the treasury than all the others. They all gave out their wealth, but she out of her poverty put in everything, all she had to live on. ഈ വേദഭാഗത്ത് കാണുന്ന പൊതുവായ വിഷയം എന്ന് പറയുന്നത് ആലയത്തിൽ പണമിടുന്നതാണ് വിഷയം. What we see here is about the offering that is being given into the temple of God. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ അതിനെക്കുറിച്ചല്ല പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. But this morning I don't want to speak about that. എങ്കിലും അതിനെക്കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എന്നിൽ നിയുക്തമായിരിക്കുന്ന ആലോചന നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. I would just like to point out one thing from there, and then I would like to go into the message that Lord has put in my heart for this. നമ്മുടെ കൈകളിൽ പണം വരുന്നത് ദൈവം തരുന്നതാണ്. The money that we have is something that God gives us. ദൈവഹിതമല്ലാത്ത ധനം, പണം ഇതൊന്നും നമ്മുടെ കൈകളിൽ വരാൻ പാടില്ല എന്ന്, നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ പോക്കറ്റിൽ, നമ്മുടെ ബാങ്കിൽ വരുവാൻ പാടില്ലെന്ന് നാം വളരെ വ്യക്തമായി നമ്മൾ മേക്ക് ഷുവർ ചെയ്തിരിക്കണം. We all should know very clearly that the wealth or the money that is not from God should not come into our lives or in our families. കാരണം നമ്മുടെ കരങ്ങളിൽ വരുന്നതായ പൈസയ്ക്ക് 3 അവകാശികളാണുള്ളത്. Because there are 3 people who are partakers of the money that we have in our hand. ഒന്ന് ഗവൺമെന്റ്, ടാക്സിനുള്ളതായ ഗവൺമെന്റിനുള്ള പൈസ നാം മാറ്റി വെക്കണം. And first is government, who the tax of the money that we have belongs to them. അതിൽ 1 പൈസ പോലും നമ്മുടെ കരങ്ങളിൽ വരാൻ പാടില്ല. And we are not supposed to keep anything back with us which belongs to the government. 2 ദൈവത്തിനുള്ളതാണ്. Second, the offerings that belongs to God. ദൈവത്തിനുള്ളത് ദൈവ നാമത്തിന് വേണ്ടി മാറ്റി വെക്കണം. അതിൽ 1 പണം പോലും നമ്മുടെ ഭവനത്തിൽ ചെലവഴിക്കുവാനിടയായി തീരരുത്. What belongs to God needs to be put into offering and need not be kept with us in our families. മൂന്നാമതുള്ളതാണ് നമ്മുടെ ആവശ്യത്തിനും നമ്മുടെ ഉപജീവനത്തിനും വേണ്ടിയുള്ളത്. And the third part is the money that is for our own expenses or household needs. മൂന്നാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ അല്പം കുറവാണെങ്കിലും ആദ്യത്തെ 2ൽ വിശ്വസ്തത പാലിച്ചാൽ മൂന്നാമതിൽ ഉള്ളത് കൊണ്ട് ജീവിക്കുവാനുള്ള കൃപയും ദൈവം നൽകി തരുമെന്നുള്ളത്. Though we may have limited funds available, but if we are faithful in the first 2 parts of our giving and responsibility, God is faithful to lead us in our needs. കാരണം മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായം 21-ാമത്തെ വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയുകയാണ്, എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പീൻ. And in Matthew chapter 11 and verse 21, what God says, what belongs to Caesar should be given to Caesar, and what belongs to God needs to be given to God. ഇവിടെ ആലയത്തിൽ പണമിടുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമാണ്. And it is very common thing that we bring offering into God's house. ആലയത്തിൽ വരുന്നവരെല്ലാം ഭണ്ഡാരഗൃഹത്തിൽ അവർ പണമിടും. And they would put their offering into the offering bag as they come into the house of God. എന്നാൽ ഇന്നത്തെ ദിവസത്തിൽ അസാധാരണ സംഭവം ഒരു അസാധാരണ സംഭവമായി മാറുകയാണ്. But what's happening in this place is a common thing that is becoming uncommon. അന്ന്
നടന്നതായ ആ പ്രത്യേക പണമിടലിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സാന്നിധ്യം ഒരു പ്രത്യേക അർത്ഥം അതിന് കൊടുക്കുകയാണ്. And the ordinary thing of putting the offering into the temple of God, but in this circumstance when God's presence is there, it is becoming extraordinary there. നമ്മുടെ സാധാരണ ജീവിത തലങ്ങൾ അസാധാരണ തലങ്ങളായി മാറുന്നത് ദൈവ സാന്നിധ്യത്താൽ അത് അനുഗ്രഹീതമായി തീരുമ്പോഴാണ്. How does common things in our life become uncommon or extraordinary? It is the presence of God that brings forth the change. 120 പേർ 9 ദിവസം പ്രാർത്ഥനയ്ക്കായി കുത്തിയിരിക്കുകയാണ്. And 120 people are sitting down together for prayer for these 9 days. എന്നാൽ 10ാമത്തെ ദിവസം അവരുടെ പ്രാർത്ഥനയുടെ തലം ഒരു അസാധാരണ മണ്ഡലത്തിലേക്ക് അവർ പ്രതീക്ഷിച്ചതിലും അപ്പുറത്തേക്ക് കൈവിട്ട് മാറിപ്പോകുകയാണ്. But on the 10th day, the level of prayer that's happening in that place has grown into something that they have never imagined before. ഇസ്രായേൽ മക്കൾ 6 ദിവസവും പെട്ടകവും ചുമലിലേന്തിക്കൊണ്ട് യെരിഹോയുടെ ചുറ്റും നടക്കുകയാണ്. The Israelites have been walking around the wall of Jericho for 6 days carrying the ark of the Lord. ആ 6 ദിവസവും പ്രത്യേകമായി ഒന്നും സംഭവിക്കുന്നില്ല. സെയിം റൂട്ടീൻ ഇങ്ങനെ For തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. the 6 days they are doing the same routine day after day, but nothing is happening there. എന്നാൽ 7ാമത്തെ ദിവസം ആ നടപ്പ് ഒരു അസാധാരണ തലത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. But on the 7th day, that walk hallelujah. becomes extraordinary beyond what they could imagine or think. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ വിശ്വസ്തയോടെ തുടർമാനമായി Let me ചെയ്തുകൊണ്ടിരിക്കുക. tell you this morning, whatever you're doing for the kingdom of God, faithfully continue to do that. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന മറുപടി കാണുന്നില്ലെങ്കിലും വിശ്വസ്തയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. If you are praying for certain subjects in your Hallelujah. life, if you are not seeing an answer to it yet, but continue to faithfully pray for those നിങ്ങൾ subjects. ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി അല്പം ഞെരുക്കവും സ്ട്രഗിളുകളുമാണെങ്കിലും വിശ്വസ്തയോടെ ചെയ്തുകൊണ്ടിരിക്കുക. Though you may be going through struggles or challenges at your workplace, but be faithful at your workplace and God will honor you. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത ദിവസങ്ങളിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ബ്രേക്ക് ത്രൂ നിങ്ങളിൽ സംഭവിച്ചിരിക്കും. But the day that you are never expecting in your life, the time that you have never thought of in your life, God will bring forth a breakthrough in that situation in your life. Hallelujah. കർത്താവ് ഭണ്ഡാരഗൃഹത്തിൽ ഇരിക്കുമ്പോൾ സംഭവിച്ച ഒരു സംഭവമാണ് ഇവിടെ And പറഞ്ഞിരിക്കുന്നത്. what we see is an incident that happens as Jesus is sitting in the temple. കർത്താവ് ഇരുന്നാൽ അത് അത്ഭുതമാണ്. And this is a great miracle. കർത്താവ് ഇരുന്നാൽ അവിടെ If അത്ഭുതമാണ്. God is sitting at a place, there is a miracle. കർത്താവ് നടക്കുമ്പോൾ അത് അത്ഭുതമാണ്. If God is walking along, there is a miracle. കർത്താവ് കരം വെച്ചാൽ അത് If അത്ഭുതമാണ്. God is laying his hand over a situation, there is a miracle. കർത്താവ് സംസാരിക്കുമ്പോൾ അത് അത്ഭുതമാണ്. If God is speaking something into your life, there is a miracle. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. Let me proclaim this in the Holy Spirit this morning. അതേ കർത്താവിന്റെ വചനം That same word of God, ഇന്ന് രാവിലെ ഈ ഭവനങ്ങളിലേക്ക് ശക്തിയോടെ ഇറങ്ങി വരുമ്പോൾ when it comes into your households in a powerful way this morning, നിങ്ങളായിരിക്കുന്ന സ്ഥലങ്ങളിൽ in the places that you are sitting, ഒരു അസാധാരണ പ്രവൃത്തി നടക്കട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു ദൂത് വിളിച്ചു I am പറയുകയാണ്. proclaiming in the Spirit of God, let there be an extraordinary work that will be revealed in your lives. ഇവിടെ കർത്താവ് ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുകയാണ്. And Jesus is sitting right opposite the treasury in the temple of God. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ As we read John chapter 8 and verse 20, അവിടെ ഭണ്ഡാര സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. and there is a place which is a treasury place. അത് ആ സ്ഥലം എന്ന് പറയുന്നത് സ്ത്രീകളുടെ പ്രാകാരത്തിനോട് ചേർന്ന സ്ഥലമാണ്. And it is close to the place where it is meant for the woman. അവിടെ കാഹളത്തിന്റെ മാതൃകയിലുള്ള 12 പിച്ചള കൊണ്ടുണ്ടാക്കിയ ഭണ്ഡാരങ്ങളാണുള്ളത്. And there are vessels which are made in the shape of trumpets in that place. അതിൽ വീഴുന്നതായ പണം ആലയത്തിന്റെ ആവശ്യങ്ങൾ
ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കുവാനായിട്ടുള്ളതാണ്. And the offering that comes into those vessels that is kept there are meant to be used for the needs of the temple of God. അത് 2 രാജാക്കന്മാരുടെ പുസ്തകം 12-ാമത്തെ അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. We can read about that in 2 Kings chapter 12 and verse 4 onwards. ദൈവത്തിന്റെ ആലയത്തിൽ വെറും കൈയായി വരരുതെന്ന് ദൈവം ആവർത്തന പുസ്തകം 16-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. We also learn that as we come into the house, we should not be coming empty-handed. വെറും കൈയായി വന്ന് നിറം കൈയായി പോകാമെന്ന് ആരും വിചാരിക്കണ്ട. Never imagine or never think that if you come empty-handed, you would go filled, your hands filled as you go back. നിറഞ്ഞവരായി വന്നാൽ ദൈവം നിറഞ്ഞവരായി അയക്കും. As you come filled in, you will go back filled in. മറിയയും സഹോദരന്മാരും ഒരു രാത്രിയിൽ മുഴുവനും നിറഞ്ഞ അവർ പരിമള സുഗന്ധവുമായി ക്രിസ്തുവിനെ കാണുവാൻ പോയി ദൈവം അവരെ നിറഞ്ഞവരായി പറഞ്ഞയക്കുവാനിടയായി. We see that Mary and some of her friends, they are going to see Jesus with the incense that they had, and we see how God is filling them back as they go back. ഹന്ന ദൈവത്തിന്റെ ആലയത്തിലേക്ക് പോയപ്പോൾ അവളുടെ കൈകളിൽ ഒന്നുമില്ലായിരുന്നു. When Hannah walked into the temple of God, she didn't have anything in her hand. പക്ഷേ അവളുടെ ഹൃദയം നിറഞ്ഞിരിക്കുകയായിരുന്നു. But her heart was so filled. ആലയത്തിൽ ചെന്ന് അവളുടെ ഹൃദയം ദൈവസന്നിധിയിൽ പകർന്നു. As she came into the house of God, she poured out her heart as she was in the temple of God. അവളുടെ ഒഴിഞ്ഞ ഹൃദയത്തെ ദൈവം വാഗ്ദത്തം കൊണ്ട് നിറച്ച് ഭവനത്തിലേക്ക് അയച്ചു. And as she poured out her heart in the presence of God, God filled that heart with the promises of God. യഹൂദനെ സംബന്ധിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ ആലയം എന്ന് പറയുന്നത് ദൈവവുമായി വിനിമയം ചെയ്യുന്ന സ്ഥലമാണ്. And a temple of God is a place where we get to deal with God and build on the relationship with Him. കാളകളെയും ആടുമാടുകളെയും കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ അർപ്പണം ചെയ്ത് അവർ നീതീകരിക്കപ്പെട്ട് പാപം ക്ഷമിക്കപ്പെട്ട് സമാധാനത്തിന്റെ നിറഞ്ഞ ഹൃദയവുമായി അവർ ഭവനങ്ങളിലേക്ക് മടങ്ങി പോകുകയാണ്. And for years we see as they come into the house of God, they bring in the offerings, they bring in the sacrificial offerings, and they give it into the temple of God, and we see as they go back, they are filled in as they go back home. എന്നാൽ പിൽക്കാലങ്ങളിൽ ഈ ഭണ്ഡാരഗൃഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് വാണിജ്യങ്ങളുടെ വ്യാപാരങ്ങളുടെ സ്ഥലമായി മാറി. But over time what happened, this place that was meant to be a place of offering or the place of giving glory to God became a place where people started conducting business. അവിടെ വ്യാപാരം മനുഷ്യനും മനുഷ്യനും തമ്മിലായി. We see that there is a business between people happening there. മനുഷ്യൻ മനുഷ്യനെ വിലമതിക്കുന്ന സമയമായി. There is a play that it became a situation where there was a value put on people as they came in. മനുഷ്യന് മഹത്വം കൊടുക്കുന്ന സ്ഥലമായി. And that became a place where people started praising other people. അവിടേക്കാണ് യേശുക്രിസ്തു ചാട്ടവാറുമായി കയറിയത്. And that's where we see that God is going in with a great anger. വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും അടിച്ച് ആലയത്തിന് വെളിയിലാക്കി. And He is pushing those who are conducting businesses at that place away from the temple of God. തമ്പുരാൻ പറഞ്ഞു എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. And Jesus is proclaiming that my house will be called the house of prayer. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? What is the meaning of that? ഇത് മനുഷ്യനും മനുഷ്യനുമായി വ്യാപാരം ചെയ്യുന്ന സ്ഥലമല്ല. That this is not a place for you to conduct your businesses. ഇത് മനുഷ്യൻ മനുഷ്യനെ പുകഴ്ത്തുന്ന സ്ഥലമല്ല. This is not a place for you to keep praising other men. ഇത് മനുഷ്യൻ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന But സ്ഥലമാണ്. this is a place where you glorify the God who deserves all the glory. Hallelujah. Amen. Praise God. Hallelujah. ഇന്ന് ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുകയാണ്. And today we see the temple of gods are closed. ദൈവജനം ശക്തമായ ഒരു മാറ്റത്തിന് തയ്യാറാകണമെന്നാണ് ഈ ദൂത് വിളിച്ചു പറയുന്നത്. And people of God is telling us this morning that we need to prepare ourselves for a great transformation. ആരാധനാലയങ്ങൾ മനുഷ്യനെ ഉയർത്തുന്നതിൽ നിന്ന് മാറി ദൈവത്തെ ഉയർത്തുന്ന കാഴ്ചപ്പാടിലേക്ക് മടങ്ങി വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. The houses of God, the church or the house of God should not be a place where people are lifted up, but that should be a place where God is lifted up. ഈ കാലഘട്ടം എന്താണ് ആരാണ് യഥാർത്ഥ ആലയമെന്ന് ദൈവം മനുഷ്യനോട് സംസാരിക്കുകയാണ്. And these days God is speaking what is the true house of God. കല്ലുകളാലും മണ്ണുകളാലും മരങ്ങളാലും പണിതല്ല ആരാധനാലയം എന്ന് പറയുന്നത് സ്വന്തം ഹൃദയമാണെന്നാണ് ദൈവം മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. The house of God is not something that is built with the bricks or the wood, but the house of God is our heart. That has to be a heart that is pleasing God. എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. And because that needs to be called a house of prayer. കർത്താവ് ഇവിടെ
ഭണ്ഡാര സ്ഥലത്ത് എന്ത് ചെയ്യുകയാണ്? And what is Jesus doing in this place of treasury? കർത്താവ് ഈ ഭണ്ഡാര സ്ഥലത്ത് എന്ത് ചെയ്യുകയാണ്? What is Jesus doing in this place of treasury? മർക്കോസിന്റെ സുവിശേഷം പറയുന്നത് കർത്താവ് ഭണ്ഡാര സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. And we read in Mark, as we read, that God and Jesus was sitting in this place of treasury. അപ്പോൾ ആ ഭണ്ഡാര സ്ഥലത്ത് എവിടെയോ ഒരു ഇരിപ്പിടം കർത്താവ് കണ്ടു. So that means there was a place where there was a seating available within that place. കർത്താവ് അവിടെ വന്നിരിക്കുകയാണ്. And Jesus has come and he's sitting there. Praise God. എന്തിനായിരിക്കാം കർത്താവ് ഭണ്ഡാര സ്ഥലത്തിൽ ആ ഇരിപ്പിടത്തിൽ വന്നിരിക്കാൻ കാരണം? Why would Jesus be sitting in the place which is close to the treasury? മർക്കോസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് പിന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സംഭവം ആരംഭിക്കുന്നത്. And as Mark starts talking about that portion, it starts with then. ഹല്ലേലൂയ. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, As we read from Mark chapter 12 verses 38 onwards to 40, അന്ന് പകൽ മുഴുവനും കർത്താവ് വളരെ ഉപദേശിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. and we read that Jesus has come there after teaching that whole day. ഒരു പക്ഷെങ്കിൽ അവൻ ശരീരത്തിൽ വളരെ ക്ഷീണിതനായിരിക്കും. Maybe that day he was physically very weak പകൽ മുഴുവനും പ്രസംഗിച്ചുകൊണ്ട് because നടക്കുകയായിരുന്നു. he was preaching the whole day. വളരെ ക്ഷീണിതനായിട്ടാണ് ആലയത്തിൽ He വന്നത്. has come into the house of God but very tired in his body. അതുകൊണ്ട് കണ്ട ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു. And so he sat down at a place that he found. ചിലർ പറയാറുണ്ട് വളരെ ക്ഷീണിതയാണ്, And some may say that we are so tired. വളരെ രോഗിയാണ്, I'm so sick. വളരെ തിരക്കാണ്, I'm so busy. അതുകൊണ്ട് പ്രാർത്ഥിക്കാൻ സമയമില്ല, So I don't have time to pray. കൂട്ടായ്മയ്ക്ക് പോകാൻ I സമയമില്ല, don't have time to fellowship. വചനം ധ്യാനിക്കാൻ I സമയമില്ല, don't have time to meditate from the word of കുടുംബ God. പ്രാർത്ഥനയ്ക്ക് സമയമില്ല. I don't have time for family prayer. Excuse എന്ന് പറയുന്നത് സമയമില്ല. And the excuse is we don't have time. എന്നാൽ ആ ആലയത്തിലേക്ക് ഒന്ന് നോക്ക്, But let us look into this temple of ആ God. ഇരിപ്പിടത്തിലേക്ക് ഒന്ന് Let us look നോക്ക്. at the one seat that is available there. അവിടെ ഇരിക്കുന്ന ഒരുവനെ കണ്ടോ? Can you see the one who is sitting on that place? അവനെ പോലെ തിരക്കുള്ളവൻ ആരാണ്? Who is more busier than him? അവനെ പോലെ ക്ഷീണിതൻ ആരാണ്? Who is more tired than him? അവനെ പോലെ നിന്ദിതൻ ആരാണ്? Who is more ashamed than him? അവനെ പോലെ പരിഹാസ വിഷയമായി തീർന്നത് ആരാണ്? Who has become more reason for people to say things? എന്നിട്ടും അവൻ ഇരിക്കുന്ന സ്ഥലം കണ്ടോ? But can you still see the place that he is sitting? അത് അവന്റെ പിതാവിന്റെ ആലയമാണ്. And because that is the place of his Father God. നമുക്ക് സമയമില്ലല്ലേ? We complain that we don't have time. വേദനയുണ്ടല്ലേ? We have pain in our lives. നമുക്ക് സാഹചര്യം ഒത്തുവരുന്നില്ലല്ലേ? The situation is not working for us. ദൈവത്തിനുള്ള സമയം മാറ്റി വെക്കണം. We need to take time for God. ഇല്ലെങ്കിൽ ആ സമയത്തിന് നാം കണക്ക് കൊടുക്കേണ്ടി വരും. Because we are all going to be accountable for the time that എന്ന God has given us. ശക്തിയേറിയ ദൂത് ഇന്ന് രാവിലെ ഞാൻ കൈമാറുകയാണ്. And I'm sharing this message with a great intent this morning. Praise God. Hallelujah. ഇനി കർത്താവ് എങ്ങനെയാണ് അവിടെ ഇരുന്നത്? And how was Jesus sitting in that place? മർക്കോസ് 12:41. Mark chapter 12 and verse 41. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്. And this is how it says here. ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരുന്നു. Jesus sat opposite to the place where the offerings were put. അപ്പോൾ കർത്താവ് ആലയത്തിൽ വന്നു. And Jesus came into the house of God, the temple. ശ്രീഭണ്ഡാരത്തിന്റെ സ്ഥലത്തിലേക്ക് വന്നു. And he came to the treasury, the place of treasury. അവിടെ കണ്ട ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു. And he sat down at a place that was available. എന്നിട്ട് ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരുന്നു. And he's sitting opposite to the place of treasury. അവൻ മനഃപൂർവമായി അങ്ങനെ ഇരുന്നു. And he intentionally sat there like that. അവൻ ലക്ഷ്യത്തോടെ അങ്ങനെ ഇരുന്നു. And he's sitting there with a purpose. അപ്പോൾ ദൈവ പൈതലിന്റെ ജീവിതത്തില് ഒന്നും യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. And nothing happens in our life unknowingly. ആ മാതാപിതാക്കളിൽ പിറന്നതും ആ മനുഷ്യന്റെ ഭാര്യയായി തീർന്നതും ആ സ്ത്രീയുടെ ഭർത്താവായി തീർന്നതും ആ ഓഫീസിൽ ജോലി ചെയ്യുന്നതും ആ ഭവനത്തിൽ താമസിക്കുന്നതും ആ സ്ട്രീറ്റിൽ വസിക്കുന്നതും ഇതൊന്നും ദൈവ പൈതലിന്റെ ജീവിതത്തിൽ യാദൃച്ഛികമായി സംഭവിക്കുന്നില്ല. ഇതിന്റെ എല്ലാം പുറകിൽ ഒരു ദൈവിക ഉദ്ദേശം
ഉദ്ദേശങ്ങളുണ്ട്. You became a husband of someone, you became a wife of someone, you are working at certain place, you are living at certain place. It's not all anything, it's not accidental, it's all with a purpose that God has put you at a place. ഇനി എന്തിനാണ് കർത്താവ് ശ്രീഭണ്ഡാരത്തിന് നേരെ നോക്കിക്കൊണ്ടിരുന്നത്? And why was Jesus sitting opposite to the treasury place? മർക്കോസ് 12:41 വീണ്ടും അവിടെ എഴുതിയിരിക്കുകയാണ്, പുരുഷാരം ഭണ്ഡാരത്തിൽ വഴിപാട് ഇടുന്നത് കാണുവാൻ നോക്കിക്കൊണ്ടിരുന്നു. And we see in the 41st verse, it says he sat there and watched the crowd putting their money into the temple treasury. വളരെ വളരെ രസകരമാണ്. It's very interesting. കർത്താവ് ഭണ്ഡാര സ്ഥലത്ത് വന്നു. Jesus came to the place of treasury. അവിടെയുള്ള ഇരിപ്പിടത്തിലിരുന്നു. He sat down at the place of sitting there. ഇരുന്നപ്പോൾ നേരെ ഭണ്ഡാര സ്ഥലത്തിലേക്ക് നോട്ടം എത്തുമാറിയിരുന്നു. And now he's staring at the place of treasury. അങ്ങനെ ഇരുന്നത് ഭണ്ഡാരത്തിൽ ആളുകൾ വഴിപാട് ഇടുന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. And now he's watching as people are coming and they are putting their offerings into that place, in the place of treasury. സദൃശവാക്യം 15:3 യഹോവയുടെ കണ്ണ് എല്ലായിടവും ഉണ്ട്, ആകാത്തവരെയും നല്ലവരെയും അവൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. And we read in Proverbs that God's eyes is everywhere and he sees everyone on what they do. എബ്രായർ 14:13 അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നവുമായി കിടക്കുന്നു, അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. And Hebrews chapter 14 and verse 13 says that there is nothing that is hidden from God. Everything is visible in his eyes. അവൻ ഓരോരുത്തരെയും കാണുന്നു. He is seeing each and every one. ഓരോരുത്തരെയും അവൻ ശ്രദ്ധിക്കുന്നു. He is looking at everyone. Praise God. Amen. ഇനി എന്തിനാണ് കർത്താവ് പുരുഷാരത്തെ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്? And why was Jesus watching the crowd as they came in with their offerings? ഇതേ വാക്യം ഞാൻ ന്യൂ അമേരിക്കൻ സ്റ്റാൻഡേർഡ് വേർഷനിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. And New American Standard Version says like this. And he sat down opposite the treasury and began observing how the people were putting money into the treasury. അപ്പോൾ കർത്താവ് അവിടെ ഇരുന്നത് ആളുകൾ എങ്ങനെയാണ് പണമിടുന്നത് എന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. So we see that it says God was observing how people were putting their offerings into that place of treasury. പണമിടുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും കർത്താവ് ഒരു കാഷ്വൽ ഇരിപ്പായിരിക്കുന്ന അല്ല. അങ്ങനെ പണമിടുന്നത് എങ്ങനെയാണ് ആ പണം ഭണ്ഡാരത്തിലേക്ക് വീഴുമ്പോൾ അവരുടെ ഹൃദയ വിചാരം എന്താണ്, അത് കർത്താവ് ദൂരത്ത് നിന്ന് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. God was not just casually sitting there, but he was watching as people were putting their offering. What was their desire in their heart as they were putting those offerings? നാം ഒരു കാര്യം ചെയ്യുന്നതിന്റെ, നാം ഒരു കാര്യം പറയുന്നതിന്റെ, നാം ഒരു കാര്യം പ്രവർത്തിക്കുന്നതിന്റെ, നാം ഒരിടത്ത് നോക്കുന്നതിന്റെ, നാം ഒരു കാര്യം കേൾക്കുന്നതിന്റെ, നാം ഒരു സ്ഥലത്ത് പോകുന്നതിന്റെ, നാം ഒരിടത്ത് ഇരിക്കുന്നതിന്റെ ഉദ്ദേശശുദ്ധി എന്താണെന്ന് തമ്പുരാൻ ഒബ്സർവ് ചെയ്യുന്നു. If we are saying something, if we are looking at something, if we are doing something, if we are dealing with certain people in a certain way, God knows our intent behind all of our actions. Praise God. Hallelujah. 139ാമത്തെ സങ്കീർത്തനം പ്രാരംഭ വാചകങ്ങളിൽ നമുക്ക് ചില പദപ്രയോഗങ്ങൾ കാണുവാൻ കഴിയും. And if we look at Psalms 133 and the initial part of it, we can see how it starts. 139 ഇരിക്കുന്നത് അറിയുന്നു, എഴുന്നേൽക്കുന്നത് അറിയുന്നു, നിരൂപണം അറിയുന്നു, നടപ്പ് അറിയുന്നു, കിടപ്പ് അറിയുന്നു, വഴികൾ അറിയുന്നു, വാക്ക് അറിയുന്നു എന്ന് പറഞ്ഞാല് ഞാനിവിടെ നിൽക്കുകയാണ്, ഞാനിവിടെ നിന്നുകൊണ്ട് ദൈവവചനം നിങ്ങളോട് പങ്കുവെക്കുകയാണ്. And if that's written in Psalms chapter 139, if we see, it says he knows how when we sit, our thoughts there are going out, are lying down. He knows each and every aspect of what we do. Imagine if I'm standing here and I'm preaching this morning. പക്ഷേ നിങ്ങളെല്ലാവരും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And you all are listening to me attentively. ഞാൻ പ്രസംഗിക്കുമ്പോൾ ഞാൻ എങ്ങനെ പ്രസംഗിക്കുന്നു എന്ന് എൻ്റെ ഹൃദയത്തെ കർത്താവ് കാണുകയാണ്. And God is looking at my heart with my intention as I preach this morning. ഞാൻ മുമ്പോട്ട് പോകട്ടെ. And as I let me move forward. അടുത്തത് അവിടെ എഴുതിയിരിക്കുന്നത് 12:41 മർക്കോസിന് സുവിശേഷം 12:41 അവിടെ പറയുകയാണ് കർത്താവ് എങ്ങനെയാണ് നോക്കിയത്.
And 12 verse 41 of Mark, it says how God looked at them. കർത്താവ് തലപൊക്കി നോക്കി He looked up at them. എന്ന് പറഞ്ഞാൽ കർത്താവ് ഒരു എക്സ്ട്രാ എഫോർട്ട് ഇട്ടു. And that means God and that Jesus put extra effort to look at them. മർക്കോസ് പറയുന്നത് അവിടെ ധാരാളം പുരുഷാരം ഉണ്ടായിരുന്നു. And Mark says there was a big crowd there. ഒരു വേദ പഠിതാവ് പറയുന്നത് അന്ന് പെസഹ പെരുന്നാളായിരുന്നു. And one of the theologians says it was a time of Passover. അപ്പോൾ സാധാരണ ആളുകളിൽ അധികം ആളുകൾ അവിടെ വന്നിരുന്നു. So you would see a larger crowd than what would you see usually in the temple of God. കർത്താവ് ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുകയാണ്. So Jesus is sitting at a place. കർത്താവിന്റെ മുമ്പിൽ ധാരാളം ആളുകൾ നിൽക്കുകയാണ്. And there is a big crowd who's right in front of Jesus. അപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ അവിടെ വഴിപാടിടുന്നവരെ കാണാൻ പറ്റുന്നില്ല. And so when he's sitting, maybe he's not able to see those who are putting their offerings in a clear way. ഒരുപക്ഷേ തന്റെ ക്ഷീണം കൊണ്ടായിരിക്കാം തനിക്ക് എഴുന്നേൽക്കാനും പറ്റുന്നില്ല. And maybe because of the weakness that he has, because of the tiredness in his body, that he's not able to get up. അപ്പോൾ കാണുവാൻ കർത്താവ് തലപൊക്കി നോക്കുകയാണ്. And to see now he's lifting his head up. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. And there is a reason behind that. ആ സമയത്ത് ഒരു സ്ത്രീ അവിടെ വരുവാൻ പോകുകയാണ്. Because there is a woman who is going to come there. അവളുടെ സാഹചര്യം വെച്ച് നോക്കിയാൽ അവൾ തലകുനിഞ്ഞാണ് വരുവാൻ പോകുന്നത്. And if you look into her situation, she is a lady who's going to bow her head and come down. ആരും കാണാതെ പണമിട്ട് അവിടുന്ന് പോകുവാനായിട്ടാണ് അവൾ വരുന്നത്. Her intention is somehow I want to give my offering without anyone seeing it and go back home. കർത്താവിന് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. And there is no way that Jesus can see. അപ്പോൾ കർത്താവ് തലപൊക്കി അവളെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. And Jesus is so expecting that she is going to come, and that's why he's willing to look up to watch her. അപ്പോൾ ദൈവവേദന ഇന്ന് രാവിലെ കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ. So let me tell you this morning something. ആരും നമ്മളെ തടഞ്ഞാലും തമ്പുരാന്റെ കണ്ണിന് നമുക്ക് മറവായിരിക്കാൻ കഴിയില്ല. Though people may not look at us, though people may give up on us, but there is nothing that can be hidden from the eyes of our God. വൈദ്യശാസ്ത്രത്തിന് കഴിയാത്തതിനെ ദൈവത്തിന് ചെയ്തെടുക്കാൻ കഴിയും. What medicine can't do in your life, Jesus can do in your life. നിന്നെ കാണുവാൻ നിന്റെ വിടുതലിന് വേണ്ടി ദൈവം ഒരു പോക്കുവഴി ഒരുക്കി വെച്ചിട്ടുണ്ട്. And for you, for a deliverance in your life, God has already prepared something that you have never imagined of. സാഹചര്യം വെച്ചു നോക്കിയാൽ അതിൽ നിന്നൊരു വിടുതൽ അസാധ്യമായിരിക്കാം. എന്നാൽ ദൈവം നിനക്ക് വേണ്ടി തലപൊക്കി നോക്കുന്ന ദൈവമാണ്. If you look at your circumstances, you would not see any solution to that, but God has already planned a solution for your problem. ഇനി അടുത്തത് അങ്ങനെ തലപൊക്കി നോക്കിയപ്പോൾ കർത്താവ് എന്താണ് കണ്ടത്? And when Jesus looked up and looked at her, what did Jesus see? കർത്താവ് തലപൊക്കി നോക്കിയപ്പോൾ എന്താണ് കണ്ടത്? When he looked up and watched, what did he see? മർക്കോസ് പറയാണ് പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് അവൻ കാണുകയാണ്. And Mark states that Jesus saw the crowd putting in their offering into the treasury. ഈ പുരുഷാരത്തെ നമുക്ക് രണ്ടായി തിരിക്കാം. We can divide this crowd into two. ഒന്ന് ധനവാന്മാർ, One, a group of people who are rich, രണ്ട് ഒരു സ്ത്രീ. and second is a person who is this poor lady. ധനവാന്മാർ എല്ലാവരും ഒരേ മാനദണ്ഡത്തിലാണ് പൈസ ഇടുന്നത്. And all the rich people are putting in the same benchmark of their in terms of their offering. ഇനി ഈ ഈ കർത്താവ് തലപൊക്കി നോക്കിയപ്പോൾ ധനവാന്മാർ എങ്ങനെ പണമിടുന്നതാണ് കർത്താവ് കണ്ടത്. And when Jesus lifted his head up and looked, how did he see these rich people putting in their offering? ഈ പദപ്രയോഗം വചനത്തിലില്ല, ഞാൻ പറയുകയാണ്. This term is not used in the Bible, but I want to use that. അവർ കേൾക്കത്തക്കവണ്ണവും കാണത്തക്കവണ്ണവും ഈ ഭണ്ഡാരത്തിൽ പണമിട്ടു. They are putting in a way where people can hear them or people can see them putting the offering. ഞാൻ പറഞ്ഞല്ലോ കാഹളത്തിന്റെ മാതൃകയിലാണ് ഇതിന്റെ വായ, ഈ ഭണ്ഡാരങ്ങളുടെ വായ. As I was sharing, the mouth of this the treasury is like the trumpet. ഇത് പിച്ചള കൊണ്ട് ഉണ്ടാക്കിയതാണ്. It is made out of copper. അതിന്റെ കുഴൽ ഇങ്ങനെ നീണ്ടു പോയിട്ടാണ് ഈ ഭണ്ഡാരത്തിലേക്ക് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നത്. And it goes like a funnel and goes back into the main treasury place where it all gets accumulated. അങ്ങനെയുള്ള 12
ഓപ്പണിംഗ് 12 വായികളാണ് ഈ ഭണ്ഡാരത്തിനുള്ളത്. And so similarly, they have about 12 openings, like the trumpet, where people can put in their offerings. അപ്പോൾ ഇതിലേക്ക് പൈസ ഇടുമ്പോൾ ഇങ്ങനെ വലിയ ഒച്ച ഉണ്ടാകും. And so when people put their offering into this the vessel or the treasury place that they have, there is a noise or there is a sound that will come out of it. അപ്പോൾ ഒരാൾ ഒരു 100 കാശ ഇടുന്നെന്ന് വെച്ചോ. If somebody is putting 100 coins in there, അതൊരു വലിയ ശബ്ദം ഉണ്ടാകും. there will be a big noise that will come. അപ്പോൾ പുരുഷാരെല്ലാം ഒന്ന് തലപൊക്കി നോക്കും. So a crowd will look up who put in that big amount. അപ്പോൾ ഇട്ടയാൾ ഇങ്ങനെ കോളർ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും എല്ലാവരും കാണാൻ. So the person who has put in will feel good about it, and he will lift probably his collar up as he does that. Thank you sir എന്ന് പറഞ്ഞ് അഭിനന്ദിക്കും. And maybe people there would say great job or thank you. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തവൻ വന്ന് 200 ഇടും. And if that's the case, the next person who is following him will try to impress further and would put 200 coins. ആദ്യം വിട്ടവനേക്കാൾ ഇവന്റെ അതിന് ഒച്ച കൂടുതലായിരിക്കും. So this second person has more noise than the one who came before him. അപ്പോൾ ആളുകൾ ഒന്നും കൂടെ തലപൊക്കി നോക്കും. So people would even be impressed and try to look more who put in that offering. ഇവൻ ഇങ്ങനെ ആലയത്തിൽ മഹത്വം ഇങ്ങനെ എടുക്കും. And so this man keeps getting glory in the temple. ഇതിന്റെ പുറകിലെല്ലാം ആത്മീക ദൂതകളുണ്ട്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. There is a spiritual aspect to it. I'm not getting into that. ആലയത്തിലെ മഹത്വത്തിൽ കൈയിടരുത്. Don't try to take the glory that belongs to God. Praise God. Amen. മഹത്വം എടുക്കുന്നവന് മുകളിലേക്ക് പോണം. Glory only belongs to God. അവിടെ ആലയത്തിന്റെ നാഥൻ വന്നിരിക്കുകയാ. There is the owner of the temple who is sitting there. അവൻ ആ ഇരിപ്പിടത്തിൽ ഇരിക്കുകയാ. He is sitting at that place. അവൻ കുറേ നേരമായി നോക്കിക്കൊണ്ടിരിക്കുകയാ. He has been watching you for a long time. എല്ലാം ഒബ്സർവ് He is ചെയ്തുകൊണ്ടിരിക്കുകയാ. observing everything that is going on. എല്ലാത്തിനും ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. There is an end to everything in their life. മഹത്വം അവനിലേക്ക് പോകുന്നില്ല. Glory is not going to him. ഇവിടെ മഹത്വം മനുഷ്യർ വീതിച്ചെടുക്കുകയാ. And here we see that people are sharing the glory and they are taking it into their lives. Hallelujah. Hallelujah. ഇതാണ്. അപ്പോൾ ധനവാന്മാർ പണമിട്ടത് ആളുകൾ കേൾക്കത്തക്കവണ്ണവും കാണത്തക്കവണ്ണവും ഇടുകയാണ്. So as these rich people put in their offering, their intention was that people can hear and see of the offering that they have put in. ഇനി മറുവശത്തെ ഒരു സ്ത്രീ. On the other side, we see this woman. അവൾ ആരാണെന്ന് നമുക്കൊന്ന് നോക്കാം. Let's look at who she is. ഒന്ന് അവൾ സ്ത്രീയാണ്. One, she's a woman. യഹൂദന് പുരുഷന്മാർക്ക് ഇഷ്ടമില്ലാത്ത ഒരു സ്ത്രീയായി ജനിപ്പിക്കാഞ്ഞതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നെന്ന് ദിവസം 3 പ്രാവശ്യം ഏറ്റു ചൊല്ലുന്നു. And Jews are someone who would say, I thank God that you didn't form me as a woman. That was the kind of intention among the Jews. രണ്ട്, അവൾ ഒരു വിധവയാണ്. And second, she's a widow. ആശ്രയിക്കാനും സംരക്ഷിക്കപ്പെടുവാനും ഇല്ലാത്തവൾ. There is nobody that she can get a help from, or someone who can help her or support her. മൂന്ന്, അവൾ ഒരു ബലിമൃഗമായവളാണ്. And she became a person of sacrifice. മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ ശാസ്ത്രിമാരാൽ ഉപദ്രവിക്കപ്പെട്ടവളായിരുന്നു അന്നത്തെ വിധവമാർ. And in Mark chapter 12 and verse 40, we see that the വിധവകളുടെ വീടുകളെ വിഴുങ്ങുന്നു എന്നാണ് we പറഞ്ഞിരിക്കുന്നത്. see that the men used to punish these houses of these widows. 4, അവൾ ഒരു ദരിദ്രയാണ്. And the fourth thing that we see, that she's a poor woman. വേദപണ്ഡിതർ പറയുന്നത് ഭർത്താവില്ലാതിനാലും ഇനി അവൾക്ക് ജോലി ചെയ്യുവാൻ എന്തെങ്കിലും ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടായതിനാലായിരിക്കണം ഇവൾ ദരിദ്രയായി തീർന്നത്. And maybe because of her husband's passing, or maybe because of the weakness in her body, she's not able to work or get enough money. അപ്പോൾ ഇതാണ് ഈ സ്ത്രീ. So that is the background of this woman. അപ്പോൾ ഹല്ലേലൂയ, അവൾ എന്താണ് ഇട്ടത്? And what did she put into the offering? അവൾ 2 കാശാണ് ഇട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. It said that she put in 2 coins. അവൾ ഇട്ടതിനെ കുറിച്ച് 2 പ്രധാന അഭിപ്രായങ്ങളുണ്ട്. There are 2 things that stands out about what she put. ഒരു കൂട്ടർ പറയുന്നത് ആ 2 കാശ് അന്നത്തെ ഉപജീവനത്തിന്റെ തുല്യമായിരുന്നു. And it has been said that the coin that she put was an income of a whole day. മറ്റൊരു കൂട്ടർ പറയുന്നത് ആ 2 കാശ് ഒരു ഗിഫ്റ്റ് ആയിട്ട് പോലും അന്നത്തെ കാലത്ത് ആരുടെയും മുൻപിൽ കൊണ്ടുവെക്കുവാൻ പര്യാപ്തമല്ലാത്ത ഒരു ചെറിയ തുകയായിരുന്നു. And others would say that this money, which is just 2 coins, was not enough to be given even as a gift to anyone in that society. ഇനി അവൾ എങ്ങനെയായിരിക്കാം അത് ഇട്ടത്? Now how she would have put these coins? എന്റെ ചിന്തയാണ്, This is my thought or my imagination. ഈ ശാസ്ത്രിമാരെ കാണാതെ ഇരിപ്പാൻ
തലയിൽ ഒരു തുണിയിട്ടിരിക്കും. Now she has covered her head so that no one else would see her. ഈ 2 പൈസ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കും. And now she's holding on to these 2 coins in her hand. ഈ കാഹളം പോലെയുള്ള ഭണ്ഡാരത്തിന്റെ അടുത്തേക്ക് വന്നിട്ട് And when she comes close to this offering place, which looks like a trumpet, ഈ പൈസ ആരും കാണാതെ അതിന്റെ അകത്തേക്ക് വെക്കുവാൻ ഇവൾ ശ്രമിക്കുകയാണ്. she's trying to put in the coins inside the trumpet without anyone seeing it. അവൾ പണമിട്ടപ്പോൾ And when she's putting that money in, വലിയ ഒച്ച കേട്ടില്ല. there is no big noise that can be heard. ആരും തലമുക്കി നോക്കിയില്ല. No one was willing to look up and see what she is doing. ആരും അവളെ അപ്രിഷിയേറ്റ് ചെയ്തില്ല. There was no people there was none who was willing to appreciate what she did. അവളുടെ ചെറിയ ശബ്ദത്തെ And the little noise or the little sound that came, പുരുഷാരത്തിന്റെ ശക്തിയെ അതിജീവിക്കുവാനുള്ള ശക്തി അതിനില്ലായിരുന്നു. that sound was not enough to go over the sound of the crowd that was around him. അങ്ങ് ദൂരെ ഒരുവൻ ഇരിക്കുകയാ. But there is someone who is sitting a little far. അവൻ ആലയത്തിന്റെ ബോസാണ്. He is the boss of the temple. അവൻ ആലയത്തിന്റെ നാഥനാണ്. He is the master of the temple. അവളിട്ട ചെറിയ ശബ്ദം The little noise that came in, പുരുഷാരത്തിന്റെ ശബ്ദത്തെ തടയാൻ പറ്റിയില്ല. the sound of crowd could not stop that little voice that came ആ in. ചെറിയ ശബ്ദം That little voice, ആലയത്തിന്റെ ഉടയവന്റെ കാതുകളെത്തി. that little sound came into the ears of the owner of the house of God. Hallelujah. Thank you, Jesus. Thank you, Jesus. Hallelujah. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും എന്നെ ആരും കാണുന്നില്ല, Sometimes you may think nobody is seeing me. എന്നെ ആരും പരിഗണിക്കുന്നില്ല, Nobody is helping me in anything. എന്നെ ആരും മനസ്സിലാക്കുന്നില്ല, Nobody is able to understand me. എന്റെ വോയിസ് ശ്രദ്ധിക്കപ്പെടുന്നില്ല. My voice is not being heard. ഹല്ലേലൂയ. Thank you, Jesus. നിന്റെ ശബ്ദം എത്തുന്നത് ആലയത്തിലെ ഉടയവന്റെ കാതുകളിലാണ്. But you need to know that your voice, your sound is being heard by the master of the house of God. ചിലപ്പം പ്രാർത്ഥനാ റൂമിൽ കയറുമ്പോൾ നമുക്ക് വലിയ വാചകങ്ങളൊന്നും വരത്തില്ല. Sometimes in the place of prayer, we may not have good words of prayer. ചിലപ്പോൾ ഹൃദയത്തിലെ ആ ഭാരം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും തോന്നത്തില്ല. Sometimes with the burden that we have in our heart, we are not even able to pray. പക്ഷേ അങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിലൊരു നെടുവീർപ്പ് കയറി വരും അല്ലേ? But in that situation, as the heart is filled with pain, ആ ശബ്ദം എത്തുന്നത് ആലയത്തിന്റെ ഉടയവന്റെ കാതുകളിലാണ്. that sound can be heard by the master of the temple of God. Praise God. Amen. ഹല്ലേലൂയ. Hallelujah. ഇനി അവൾ എങ്ങനെയായിരിക്കാം ഇട്ടത്? How she would have put her offering into the treasury. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിച്ച പോർഷന്റെ ഒടുവിലത്തെ ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്. The end portion of the chapter we read from Mark says like this. അവളുടെ ഇല്ലായ്മയിൽ നിന്ന് ഇട്ടു. And she put in from her nothingness. കൊടുക്കാനില്ലായിരുന്നു. She didn't have anything to give. പക്ഷേ കർത്താവിന് വേണ്ടിയാണല്ലോ കൊടുക്കേണ്ടത് എന്ന് വെച്ചപ്പം ഉണ്ടായിരുന്നു കൊടുക്കാൻ. But when she thought of giving to God, she had it even from her nothingness. അപ്പോൾ എനിക്കില്ല, എന്നെ കൊണ്ട് കൊള്ളത്തില്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല, എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്നൊന്നും ആർക്കും എക്സ്ക്യൂസ് പറയാൻ പറ്റത്തില്ല. No one can say that I can't do it, I don't have enough, I don't have enough or to give to God. കൊടുക്കുന്നതും നിൽക്കുന്നതും പാടുന്നതും എല്ലാം കർത്താവിന് വേണ്ടിയാണെങ്കിൽ ഉണ്ട്, ഇതിനകത്തുണ്ട്. If we are singing, if we are giving, if we are doing for God, even if in our poverty we have to give for God. മർക്കോസ് പറയാണ് തനിക്കുള്ളതൊക്കെയും ഇട്ടു. And Mark says she put in everything that she had. തനിക്കായിട്ട് ഒരു പൈസ പോലും മാറ്റി വെച്ചില്ല. That means she didn't keep anything for herself. മർക്കോസ് പറയാണ് തന്റെ ഉപജീവനം മുഴുവനും ഇട്ടു. And she put in all the wealth that she had. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടെ ഇട്ടു. And that is with the faith that she's putting there. ഉപജീവനം ഇട്ടെന്ന് പറഞ്ഞാല് മേശമാമ കഴിക്കാനായിട്ട് വീട്ടിൽ ചെന്ന കഴിക്കാന് ആ കലത്തിനകത്ത് ഒരു പിടി മാവ് എടുക്കാനായിട്ട് ചില പൈസ മാറ്റി വെച്ചേക്കാമെന്ന് അവൾ വിചാരിച്ചില്ല. എന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഉള്ളതും കൂടെ എടുത്തിട്ടു. When it is said that she gave from all that she had to live on, that means she didn't even keep back anything to take care of our daily needs. ഞാൻ ചിന്തിച്ചു ഇവൾ എന്നാ വിശ്വാസത്തിൽ ഇങ്ങനെ എറിഞ്ഞു. And I was wondering how much of faith that she had when she was putting this offering. അവക്കറിയാം
She knew, ഞാൻ ആലയത്തിലാ പോകുന്നത്. I am going to the house of God. ഞാൻ ആലയത്തിൽ പോകുന്ന ദിവസം The day I go into the house of God, ആലയത്തിന്റെ ബോസ് അവിടെ വരും. the master of the house is going to be there. എനിക്ക് 2 പൈസ വെച്ചത് കൊണ്ട് എനിക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. I won't have great thing happening with this 2 coins left in my home. ഇതുകൊണ്ട് കഴിച്ചേ ചിരിക്കാവുന്നേ ഉള്ളൂ. I can only just live a little more with this 2 coins. ഞാൻ നാളെ എങ്ങനെ ജീവിക്കും? But how would I live tomorrow? അടുത്ത മാസം ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ എങ്ങനെ പുലർത്തും? How would I take care of my children the next month? ഇങ്ങനെ പോയാൽ അടുത്ത മാസം എൻ്റെ മോർഗേജ് എങ്ങനെ അടയ്ക്കും? How would I pay off my mortgage? ബില്ലുകൾ കൂടി വരുമോ? ഇതെല്ലാം ഞാൻ എങ്ങനെ ചെയ്യും? How would I take care of the bills that is coming one after another? ഇത് വെച്ചിട്ട് നാളെ രണ്ടും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുമെന്നുള്ള പ്രതീക്ഷയുമില്ല. And who would take care of me after I put these 2 coins away? She doesn't have that thought at all. അപ്പോഴാ പറഞ്ഞത്, എന്തിന് ഞാൻ ഇതോട് വെച്ചേക്കുന്നു? ആലയത്തിന്റെ നാഥന്റെ ആലയത്തിൽ കൊണ്ടിടുകയാണ്. And that's why she is going into the house of God and giving out of all her wealth. അവസാന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. Let me come to the concluding portion there. അവൾ എവിടെയാണ് അവൾക്കുള്ളത് മുഴുവനുമായിട്ട് അവൾ ഇട്ടത്? And where did she put all that she had? അതിന് ലൂക്കോസിന് സുവിശേഷം 21-ാമത്തെ അധ്യായം 5ഉം 6ഉം വാക്യങ്ങൾ വായിക്കണം. And we should look into Luke chapter 21. ഈ സംഭവം കഴിഞ്ഞതിന്റെ തൊട്ടടുത്ത് നടക്കുന്ന സംഭവമാണ്. And this is something that is happening right after this incident had happened. ചിലർ ദേവാലയത്തെക്കുറിച്ച് അത് മനോഹരമായ കല്ലുകളാലും വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രദ്ധിക്കുക ആ പോയിന്റ്. മനോഹരമായ കല്ലുകളാലും വഴിപാടുകൾ, ആ കല്ലുകളെല്ലാം പർച്ചേസ് ചെയ്തത് ഇതിനകത്തിട്ട പണം കൊണ്ടാണ്. വഴിപാടുകളാലും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ കാണുന്നതിൽ ഇടിഞ്ഞു പോകാതെ കല്ലിന്മേൽ ശേഷിക്കാതെ കാലം വരും എന്ന് അവൻ പറഞ്ഞു. ധനവാന്മാർ Luke chapter 21 verse 5 onwards. Some of his disciples were remarking about how the temple was adorned with beautiful stones and with gifts dedicated to God. But Jesus said, but as for what you see here, the time will come when not one stone will be left on another. Every one of them will be thrown down. Praise God. Hallelujah. ഇവിടെ ഒരു പ്രത്യേക കാര്യമുണ്ട്. അപ്പോൾ ഈ ധനവാന്മാരിട്ട ഈ ധനമെല്ലാം ആലയത്തിന് വേണ്ടിയായിട്ടത്. And all these rich people, as they gave the offering, they gave it for the temple. അവരിട്ട പൈസ കൊണ്ടാണ് ഈ ആലയമെല്ലാം മനോഹരമാക്കി വെച്ചിരിക്കുന്നത്. And with all the money that was put by them, this beautiful temple was constructed. But Jesus is saying one day all of this building will be destroyed. കർത്താവ് പറയുന്നത് ഇതെല്ലാം ഇടിഞ്ഞു പോകുമ്പോൾ ആലയത്തിലിട്ട ഈ ധനവാന്മാരുടെ പണവും ഇവിടം തീരുകയാണ്. And he is saying that when all of this building will be destroyed, all the money that these rich people had put in would also be destroyed along with it. വേദഭാഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരികയാണ്. Let me bring 2 portions from the word of God. കർത്താവ് തലപൊക്കി നോക്കിയപ്പോൾ ധനവാന്മാർ ആലയത്തിൽ പണമിടുന്നത് കണ്ടു. When Jesus lifted his head up, he saw the rich people putting in their offering. മർക്കോസ് 12:43 വായിക്കുക. When we look at Mark chapter 12 and verse 41, കർത്താവ് പറയാണ് ഈ ദരിദ്രയായ സ്ത്രീ എന്നാണ് പറഞ്ഞിരുന്നത്. and he said about this poor widow. അക്ഷരാർത്ഥത്തിൽ നോക്കുമ്പോൾ ധനവാന്മാരും സ്ത്രീയും ദൂരത്താണ് നിൽക്കുന്നത്. And if you look at the actual situation, these women as well as this rich people are standing afar. പക്ഷേ കർത്താവിന്റെ മുൻപിൽ ഈ സ്ത്രീ വന്നു നിൽക്കുന്നത് കർത്താവിന്റെ പാദപീഠത്തിലാണ്. But this poor widow has come so close to where Jesus is. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ സ്ത്രീ എന്ന് പറഞ്ഞിരിക്കുന്നത്. And that's the feeling that we get from there, and that's why Jesus says this woman. ഞാൻ ഒരു കാര്യം നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവരുവാൻ പരിശ്രമിക്കുകയാണ്. I'm trying to bring forth a message out of there. അത് മറ്റൊന്നുമല്ല. And that's nothing else. മനുഷ്യർ നോക്കുമ്പോൾ ഈ സ്ത്രീ ദൂരവേ ഭണ്ഡാരത്തിലാണ് പൈസ ഇടുന്നത്. When we look physically, as people look at it, this woman is putting her offering far in that treasury place. കർത്താവിന്റെ മുൻപിൽ ആ സ്ത്രീ കർത്താവിന്റെ പാദപീഠത്തിൽ വന്നിട്ട് ആലയത്തിന്റെ നാഥന്റെ പാദപീഠത്തിലാണ് ആ ധനം എറിഞ്ഞത്. But when Jesus look at her, she has come close to him, the owner or the master of the house of God, and she's laying her offering at his feet. രണ്ടുപേരും പൈസ എറിഞ്ഞു കഴിഞ്ഞപ്പോൾ കർത്താവ് കാൽക്കുലേറ്റർ കയ്യിലെടുത്തു. And when both had put in their offering, Jesus took his calculator. പണം ഇട്ട് കഴിയുമ്പോൾ
കഴിയുമ്പോൾ നമുക്ക് കണക്കുകൾ നോക്കണമല്ലോ. We have to look at the funds. We have to look at the finances once the money has come in. കർത്താവിന്റെ കാൽക്കുലേറ്ററിൽ കർത്താവ് പണം എണ്ണി നോക്കി. And when he looked up into his calculator at the amount that they had put in, അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ധനവാന്മാർ വളരെ ഇട്ടു. and it says rich put a lot. എന്നാൽ വിധവയെ കുറിച്ച് പറയുമ്പോൾ വിധവ അധികമിട്ടു. It says about widow that she put in a better offering. ധനവാന്മാർ വളരെ ഇട്ടു. And the rich people put a lot. വിധവ അധികമിട്ടു. The widow put much more. വിധവയുടെ 2 കാശേ ഉള്ളായിരുന്നു. She only had 2 coins. ധനവാന്മാർ അധികം കൊണ്ടിട്ടു. And the rich people put a good amount. കർത്താവിന്റെ കാൽക്കുലേറ്ററിൽ ധനവാന്മാർ ഇട്ടതിനെ ഓവർകം ചെയ്തു വിധവയുടെ 2 പൈസ. But in the calculator of Jesus Christ, the 2 coins that this widow had put had overtaken the amount that the rich people had ഞാനൊരു put. ഉദാഹരണം കൊണ്ട് തെളിയിക്കാം. Let me share an example with you. 5000 മീറ്റർ ഓട്ടമാണെന്ന് വിചാരിക്കുക. Just imagine if there is a race for 5,000 meters. അതിനൊരു ഫിനിഷിംഗ് ലൈൻ And വരച്ചിട്ടുണ്ടായിരുന്നു. there is a finishing line to that 5,000 meter race. ആളുകൾ വന്ന 5000 മീറ്ററിന്റെ ബോർഡർ വരെ ഓടി. People came running all the way till the end of that 5,000 meter race. അങ്ങനെ ഓടിയവരെ കുറിച്ച് നമ്മൾ പറയും അവർ വളരെ ഓടി. And we would say these people ran a lot. എന്നാൽ പുറകെ വന്ന ഒരുത്തൻ ഓട്ടം നിർത്താതെ ആ ലൈനെ ഓവർകം ചെയ്തു. But there was someone who was following behind all these, and that person overtook and went ahead and didn't stop at that line, finish line. അങ്ങനെയുള്ളവരെ കുറിച്ച് നമ്മൾ പറയും അവൻ അധികം ഓടി. And then we say that this person ran much more than what they were supposed to. കർത്താവ് പറഞ്ഞു നിങ്ങളുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ പോകയില്ല. And you said, the word of God says that if your living is not more than the Pharisees and Jews, you're not going to enter into the house of God. കർത്താവ് ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ട് കൈയടിച്ചു. And Jesus is clapping his hand. ആ സ്ത്രീ കാര്യം കാണാതെ പോകാൻ ശ്രമിക്കുമ്പോൾ And when this lady was trying to hide and go away without anyone seeing അവളെ her, ആലയത്തിലേക്ക് ആലയന്റെ നാഥൻ മടക്കി വിളിച്ചു. and here we see that master of the house is calling her, എല്ലാവരോടും പറഞ്ഞു and he told to everyone, നിങ്ങളെല്ലാം വളരെ ഇട്ടു. you all put a lot, പക്ഷേ ഇവൾ അധികം ഇട്ടു. but she put much more. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും Sometimes you may think, എനിക്ക് വേണ്ടി ആരും പറയാനായിട്ടില്ല. there is no one to say about me. എനിക്ക് വേണ്ടി ആരും റെക്കമെൻഡ് There is ചെയ്യാനായിട്ടില്ല. no one to recommend for me. എനിക്ക് വേണ്ടി ആരും There സംസാരിക്കാനില്ല is no one to speak for me. എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. We may think all of this. എന്നാൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുക. But as you stay in God's presence faithfully, നിനക്ക് തമ്പുരാന്റെ നാവിനെ ചലിപ്പിക്കുവാൻ കഴിയും. God's mouth will speak for you. ആരും നിന്നെ കാണുന്നില്ലെങ്കിലും, Though no one is watching you, ആരും നിന്നെ though അറിയുന്നില്ലെങ്കിലും, nobody is appreciating you, ആരും നിന്നെ മനസ്സിലാക്കുന്നില്ലെങ്കിലും, nobody is understanding you, നിനക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരുവൻ ഉണ്ട് there മകനേ. is someone who is willing to talk for you. നിന്നെ അറിയുന്ന ഒരു കണ്ണു ഒരു ഹൃദയമുണ്ട് There is കർത്താവിന്റെ. a heart that is watching you. Praise God. Amen. ഇവിടെ എന്താണ് സംഭവിച്ചത്? What happened here? കർത്താവ് അവളെയാണ് അംഗീകരിച്ചത്. And God accepted her. ദൈവം അവളെ അംഗീകരിച്ചു. God honored her. പിന്നെ ദൈവം അവളുടെ വഴിപാടിനെ അംഗീകരിച്ചു. And God honored her offering. നമ്മളെ ദൈവം അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ആരാധന കൊണ്ടും പ്രാർത്ഥനയും ദൈവം അംഗീകരിക്കത്തില്ല. If God is not acknowledging us, God will not acknowledge our worship or our giving. ദൈവം നമ്മെ അംഗീകരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആരാധനയും പ്രാർത്ഥനയും ദൈവം If അംഗീകരിക്കത്തുള്ളൂ. only God acknowledges us, He would acknowledge our worship and prayer. ഇതൊരു അനുഭവമായി തീരട്ടെ, ഇതൊരു പാഠമായി തീരട്ടെ. ദൈവസന്നിധാനത്തിൽ നമുക്ക് വിശ്വസ്തയോടെ നിൽക്കാം. ദൈവത്തിന് വേണ്ടി ഹൃദയപരമാർത്ഥതയോടെ നമുക്ക് അധ്വാനിക്കാം. ഈ വനങ്ങളാൽ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. Let this be our experience and let this be our testimony, and let us continue to prepare ourselves for God's presence. May the Lord bless us all through these words.